ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, വളരെ വേഗത്തിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ആശ്വാസം. കാരണം ഇന്നലെ രാത്രി മുഴുവൻ തെരഞ്ഞതാണ് ആ കുഞ്ഞിനെ. മനു, വിനിഷ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ശുഭകരമായ വാർത്ത ഇന്നലെ രാത്രി തന്നെ നമ്മൾ കേട്ടതാണ്. ആ കുട്ടിയെ കണ്ടെത്തി. ആ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്താണ് ഞാനുള്ളത്. ഈ ഗോശ്രീ പാലത്തിൻ്റെ മുകളിൽ, വല്ലാർപാടത്തിന് സമീപം, വൈപ്പിന് സമീപം ഗോശ്രീ പാലത്തിന് മുകളിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ കണ്ടെത്തിയ ആൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ജോർജ്. ജോർജ്, എങ്ങനെയാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്? ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു. ഈ ടേണ ബോർഡ് തിരിഞ്ഞപ്പോൾ ഒരു 100 മീറ്റർ അപ്രോച്ച് ഒരു കുട്ടി സൈക്കിളോട്ടി ഒന്ന് കണ്ടു. അതിൻ്റെ അരമണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങനെ മിസ്സിംഗ് ആണെന്ന് കേട്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നോക്കി, നിങ്ങളുടെയൊക്കെ എല്ലാവരും അപ്ഡേഷനൊക്കെ നോക്കി അങ്ങനെ വരുന്നതായിരുന്നു. അപ്പോൾ ഒരു കുട്ടി 11 മണിക്ക് ശേഷം ഒരിക്കലും യൂണിഫോം ഇട്ട് ഒറ്റയ്ക്ക് സൈക്കിളോട്ടി പോകില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ അവിടുന്ന് ഫ്രണ്ട് ബൈക്ക് വളക്കണമെന്ന് പറഞ്ഞു. അവനോട് ബൈക്ക് വളപ്പിച്ചു, തിരിച്ചു വന്നു. കുട്ടി ഏകദേശം പാലം കയറിക്കൊണ്ടിരിക്കണായിരുന്നു. അവനെ ഞാൻ ഓടിച്ചത് കുട്ടിയെ പിടിച്ച് നിർത്തി, സൈക്കിൾ ഓടിച്ചത് ചോദിച്ചു, കുട്ടിയോട് ചോദിച്ചു എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇളമക്കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എവിടെ പോയി എന്ന് വെച്ചപ്പോൾ നായരമ്പലം വരെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ പുള്ളിക്കാരത്തി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ച് കൂളാക്കി. മോളെ വിഷമിക്കൊന്നും വേണ്ട, ചേട്ടൻ്റെ കൂടെ വിഷമിക്കൊന്നും വേണ്ട, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. സ്കൂളിലെ കാര്യമൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു, പിന്നെ വീട്ടിലെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാം, കോംപ്രമൈസാക്കാം, മോള് വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ആളെ പിടിച്ച് കൂളാക്കി നിർത്തി. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, മുളവാട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. ആ പ്രകാരം അവർ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. രാത്രി ഇത്രയും ദൂരം കുഞ്ഞ് സൈക്കിൾ ഓടിച്ച് അവിടം വരെ പോയിരിക്കുകയാണ്. അത് ഏകദേശം ഇവിടെ ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ഈ നായരമ്പലം സ്ഥലം. അവിടെ പോയിട്ട് കുട്ടി തിരിച്ചു പോയി. ആകെ അവശയായിരുന്നു. കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല, ആകെ തളർന്നിരിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ ആകെ കരച്ചിലും ആകെ സങ്കടപ്പെട്ട് വിങ്ങിപ്പോയിട്ടായിരുന്നു കുട്ടി, വിങ്ങിപ്പൊട്ടി കരയണായിരുന്നു. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ ഈ ആളാണ്, മിസ്സിംഗ് ആയ കുട്ടി തന്നെയാണ് ഇതെന്ന് ജോർജിന് അപ്പം തന്നെ മനസ്സിലായി? അതായത് ഈ യൂണിഫോമിൽ ഒരു 11 മണിക്ക് ശേഷം ഒരു കുട്ടി ഒരിക്കലും സൈക്കിളോട്ടി പോകില്ല, ഒറ്റക്ക് പോകില്ല. അതാണ് എനിക്ക് കൂടുതൽ ഡൗട്ടായത്. അപ്പം തന്നെ പോലീസിനെ അറിയിക്കാൻ അവർ വരികയും ചെയ്തു. അത് അപ്പം തന്നെ അവർ വന്നു, പോലീസുകാർ വിളിച്ചു പറഞ്ഞു, മുളവാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അത്ര നേരം കുട്ടി എന്നോട് ഹോൾഡ് ചെയ്ത് നിർത്തി. ജോർജ് എവിടെ വർക്ക് ചെയ്യുന്നത്, എന്താ ജോലി? ഞാൻ വല്ലാർപാടം DP ഫയർമാനാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഈ സമയത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി? ഞാനൊരു ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി എറണാകുളം വരെ ഒന്ന് പോയാണ്. റിട്ടേൺ വരുന്ന സമയത്താണ് കണ്ടത്. യാദൃശ്യമായിട്ട് അപ്പം അങ്ങനെ കണ്ടതാണ്? അതെ, യാദൃശ്യമായിട്ട് കണ്ടാണ്. ഏതായത് ദൈവാധീനം എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ തന്നെ സുരക്ഷിതമായിട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. അതെ, ഏൽപ്പിക്കാൻ പറ്റി. അതിനൊക്കെ ഒരു ദൈവഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും മനു, ഇപ്പോൾ നമ്മൾ ജോർജിൻ്റെ വാക്കുകൾ കേട്ടു. ജോർജിനെ പോലുള്ളവരുടെ ഇടപെടലാണ് ഇന്നലെ ഏറ്റവും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ഈ തിരച്ചിലിന് ഏതാണ്ട് ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വിജയകരമായ പര്യവസാനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. അത് ജോർജാണ് ഇവിടെ ആ കുട്ടിയെ കണ്ട സംശയം തോന്നി ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും അങ്ങനെ അവർക്ക് അതിവേഗം എത്താനും മാതാപിതാക്കൾ പോലീസിനോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് നേരിട്ട് ആ കുഞ്ഞിനെ കൈമാറാനും ഒക്കെ കഴിഞ്ഞത് ആ സാഹചര്യത്തിലാണ്. ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. മനു, ഏതായാലും അതേറെ ആശ്വാസം നൽകുന്ന വാക്കുകൾ തന്നെയാണ്. ജോർജാണ് അതിൽ നിർണായകമായ ഒരു ഘടകമായത്. ജോർജിനോട് നമ്മുടെ എല്ലാ സ്നേഹവും പറയുക ഉമേഷ്. ഏതായാലും ജോർജിന്റെ ഇടപെടലുകൾ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സ്നേഹം അറിയിക്കുക, അല്ലേ വിനിഷ? തീർച്ചയായും. എല്ലാവർക്കും ഇതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇടപെടൽ മെയിൻ, അതായത് വാർത്തകളിൽ, അതുപോലെ പോലീസുകാർ അവരും കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗി അതിന് ഭാഗമാകാൻ പറ്റിയില്ല. തീർച്ചയായും ജോർജും അഭിമാനിക്കുകയാണ്. നമ്മുടെ അടക്കം ഇടപെടൽ ഇതിൽ നിർണായകമായി എന്നാണ് ജോർജ് അടക്കം പറയുന്നത്. മനു, വിനീഷ. ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്. ഏതായാലും നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു ചെറിയ വിഷമത്തിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നമ്മൾ വിജിലൻ്റായി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്, അവരുടെ സുരക്ഷയെ കരുതി നമ്മൾ വിജിലൻ്റായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്.